Yeah, I like that movie very much. At first, it has been a little bit lag, but later came to pace. Surya's performance is so. The second part is coming, and Karthi, there's a surprise actress there, and Bobby Deol's role is very good. It's a technically very good movie. It's really very good experience. Movies, I like the movie very much. Shiva's direction is superb. It's an awesome movie. Technically superb. Visually very good experience. At first, there's some lag, but later it become very good entertainment. And at time, there's no lag, nothing. There's very good mass as well as class limit. Both are there. Yeah, it's a really comeback from Surya's side. ഗംഭീരം എന്തായാലും സൂര്യയുടെ ഒരു വ്യത്യസ്തമായ ഒരു പെർഫോമൻസ്. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന ബോബി ഡിയോൾ ഗുപ്ത സോൾജിയറൊക്കെ കണ്ട് നമ്മൾ കൈയടിച്ച് നടന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ നല്ല ഗംഭീര മൂവിയാണ്, എല്ലാവരും കാണേണ്ട ഒരു മൂവി തന്നെയാണ്. പ്രത്യേകിച്ച് പറയാനുള്ളത് കലാസംവിധാനം, അതാണ് അതിൻ്റെ ഒരു മികവ് തന്നെ. ആ സെറ്റ് ഇട്ടിരിക്കുന്നതൊക്കെ ഭയങ്കര വേറെ ലെവലാണ്. നല്ല സൂര്യ പൊളിച്ചു, നല്ല ഗംഭീരമായി. കങ്കു എല്ലാവരും കാണുക, സൂപ്പർ ഹിറ്റ്. ഇത് കുഴപ്പമൊന്നുമില്ല, നല്ല പടം. സൂര്യയുടെ കേരള വെറൈറ്റി പടം, ഇത് മോശമായിട്ടൊന്നുമില്ല. ഇപ്രാവശ്യം ഒരു 100 മേലേക്ക് കയറും. നല്ല രസമുള്ള പടം. ഞാൻ ഇങ്ങനെ ഒരു പടം സൂര്യയുടെ ആവുമെന്ന് വിചാരിച്ചില്ല. ഞാൻ ഫോണിലിപ്പോൾ സാധാ ഒരു പടം പോലെ വിചാരിച്ചു. ഇത് അടിപൊളിയായിട്ടുണ്ട്, കിടക്കാച്ചിട്ടുണ്ട്. ഇപ്പം 100 മേലെ ഈ ഫിലിം കയറി, ഇനി കയറും. ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് ഓടും ചെയ്യും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അടിപൊളി സൂപ്പർ പടം. പടം ഒരു വെറൈറ്റി മേക്കിംഗ് ആണ് പടം ചെയ്തേക്കുന്നത്. 2 കാലഘട്ടമാണ് പറഞ്ഞു പോണത്. എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയ ഒരു സെക്കൻഡ് പാർട്ടിലോട്ടുള്ള എൻട്രിയാണ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കോമഡി റോൾ അതിൽ വരുന്നുണ്ട്. ഓൾറെഡി അറിഞ്ഞു കാണുന്നതായിരിക്കും. അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരിക്കും സെക്കൻഡ് പാർട്ടിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ BGM ഒക്കെ പടത്തിൽ ഫസ്റ്റ് തൊട്ട് എൻഡിങ് ഒരു പിടിച്ചെടുത്തിട്ടുണ്ട്. 2 കാലഘട്ടത്തിലും സൂര്യയുടെ പെർഫോമൻസ് ബെറ്ററാണ്. അവിടെ കൊള്ളാം. ചെയ്തില്ലല്ലോ. മേക്കിംഗ് അടിപൊളിയാണ്. മ്യൂസിക് മൊത്തത്തിൽ എങ്ങനെയുണ്ട് മേക്കിംഗ് കാര്യങ്ങളൊക്കെ? മേക്കിംഗ് അടിപൊളി ആണല്ലേ. പിന്നെ ശിവയുടെ പടമാണ്. നമ്മൾ അത്ര അതിഗംഭീര പടമൊന്നും എക്സ്പെക്റ്റ് ചെയ്തില്ലെങ്കിലും പിന്നെ മേക്കിങ്ങിലായാലും തീരെ ഒരു പ്രതീക്ഷ നമ്മൾ കാക്കാത്ത രീതിയിലാണ്. ഒന്നാമത് സാധാരണ ഇങ്ങനെ സിനിമകളിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തു പറയാറുണ്ട്, ഇതിൻ്റെ മേക്കിങ് അല്ലെങ്കിൽ ആക്ടിങ് ലെവൽ. പക്ഷേ സൂര്യയുടെ എന്താ പറയുക, സൂര്യയുടെ ഡബിൾ റോളായിട്ട് കൂടി ആ സ്ക്രീനിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് തോന്നി. കാരണം കഥ എന്ന് പറയുന്നത് വളരെ ഒരു തീരെ ഒരു പിന്നെ ഇതില്ല, ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ഒരു കഥ. ഒറ്റ 1 ലൈനിൽ പറയാവുന്ന കഥ 2.5 മണിക്കൂറിലേക്ക് കൊണ്ടുപോയ പോലെ തോന്നി. എന്തായാലും ബാക്കി കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം വരട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ പടം തീരെ പ്രതീക്ഷിക്കത്തുമായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.